ദില്ലി പ്രക്ഷോഭകാരികളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പരാജയം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തീരുമാനമായില്ല. കേന്ദ്രം സമയം വേണമെന്നാവശ്യപ്പെട്ടെന്നും CJP നേതാക്കൾ പ്രതികരിച്ചു. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും സമരക്കാർക്കെതിരെ കേസെടുക്കില്ലെന്നും ഉറപ്പു നൽകിയെന്നും നേതാക്കൾ പറഞ്ഞു. धर्मेंद्र प्रधान has to resign or he needs to be sacked. सरकार से इस बारे में विस्तृत चर्चा हुई है. सरकार ने इस मुद्दे पर, इस पॉइंट पर जवाब देने के लिए कल दोपहर तक का समय मांगा है. सरकार ने कॉम्पनसेशन पे और लीगल केसेस पे इन प्रिंसिपल एग्रीमेंट जताया है, पॉजिटिव है. धर्मेंद्र प्रधान की रेजिग्नेशन को लेकर कल सरकार ने फिर से समय मांगा है. कल दिन में सरकार से फिर मुलाकात होगी और हमें उम्मीद है कि कल धर्मेंद्र प्रधान जी का इस्तीफा लिया जाएगा. हमने सरकार को बता दिया है कि ये आंदोलन बहुत बड़ा हो रहा है, नेशनली स्प्रेड हो रहा है और जल्द ही अगर समाधान नहीं निकाला गया तो CJP को फिर से एक और नेशनल कॉल देना होगा. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, ഏതായാലും പ്രക്ഷോഭകാരികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു പ്രധാന ആവശ്യം. പക്ഷേ ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായിരുന്നു ഇന്ന് ചർച്ചയിൽ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ? ഏതൊക്കെയാണ് കേന്ദ്ര സർക്കാർ സമ്മതം മൂടിയത്? ഏതായാലും 2 മണിക്കൂറാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും CJP വക്താക്കളും തമ്മിലുള്ള ചർച്ച നീണ്ടു നിന്നത്. ഈ ചർച്ചയിൽ CJP മുന്നോട്ട് വെച്ച ചില ഡിമാൻഡുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ആ കാര്യത്തിൽ മാത്രം ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ നാളെ വരെ സമയം ചോദിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്കുള്ളിൽ അതിലൊരു തീരുമാനം അറിയിക്കാമെന്നതാണ് ഇന്ന് നടന്ന ചർച്ചയിൽ JP നദ്ദയും അതോടൊപ്പം തന്നെ ജിതേന്ദ്ര സിംഗും CJP വക്താക്കളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ CJPക്ക് ഉറപ്പ് നൽകിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ നീറ്റ് ചോദ്യപേപ്പർ പുനഃപരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏകദേശം 22ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾക്ക് 1 കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം നൽകാമെന്ന ഒരു ഉറപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലൊക്കെ അറസ്റ്റിലായിട്ടുള്ള, കസ്റ്റഡിയിലായിട്ടുള്ള എല്ലാവരെയും ഉടൻ തന്നെ വിട്ടയക്കാമെന്ന ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIRകളും പിൻവലിക്കുമെന്നും അതോടൊപ്പം തന്നെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആരുടെയും അറസ്റ്റ് ഉണ്ടാകില്ല എന്നത് ഉൾപ്പെടെയുള്ള ഉറപ്പുകൾ എന്തായാലും കേന്ദ്ര സർക്കാർ CJPക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ മാത്രം ഒരു തീരുമാനമായിട്ടില്ല. അത് അതിന് കുറച്ചുകൂടി സമയം വേണം. അതിലൊരു തീരുമാനമെടുക്കാൻ കുറച്ചുകൂടി സമയം വേണം. കാരണം മറ്റ് പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് പ്രധാനമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായിട്ടൊക്കെ തന്നെ അത് കൂടുതൽ ചർച്ച ചെയ്ത ശേഷം മാത്രമേ അതിലൊരു തീരുമാനം പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നാളെ വരെ സമയം വേണം, കൂടുതൽ സമയം വേണം എന്നതാണ് എന്തായാലും JP നദ്ദയും അതോടൊപ്പം തന്നെ ജിതേന്ദ്ര സിംഗും ഇന്ന് നടന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം പ്രതികരിച്ച CJP നേതാവ് അശുതോഷ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തെ ഒരു പൊതുവികാരമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത്, ആ രാജിവെക്കുന്നത് വരെ സമരം തുടരും. നാളെ വരെ സമയം കേന്ദ്ര സർക്കാർ തേടിയിട്ടുണ്ട്. ഇനി ഈ രാജിവെക്കുന്നില്ല എന്നതാണ് തീരുമാനമെങ്കിൽ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നതാണ്. ഇപ്പോൾ തന്നെ അതിശക്തമായിട്ടാണ് സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോകുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ CJP കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്. വിഷ്ണു, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ NDA പിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിൽ CJP നേതാക്കൾ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ടാകണമല്ലോ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം NDAയുടെ പിരിച്ചുവിടൽ കൂടിയായിരുന്നു. എന്തായിരുന്നു ഇക്കാര്യത്തിൽ നേതാക്കൾ പറഞ്ഞത്? മന്ത്രിമാർ എന്താണ് പറഞ്ഞത്? CJPയെ സംബന്ധിച്ച് CJP മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്.
അതിനപ്പുറത്തേക്ക് മറ്റ് ഡിമാൻഡുകളാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ നഷ്ടപരിഹാരം 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പുറത്ത് അവരെ റിലീസ് ചെയ്യുക, അതോടൊപ്പം തന്നെ FIR-കൾ റദ്ദാക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും ആരെയും അറസ്റ്റ് ചെയ്യില്ല എന്നൊരു ഉറപ്പ് കൂടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരം ഡിമാൻഡുകൾ തന്നെയാണ് CJP കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അതിലാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ മാത്രം തീരുമാനമായില്ല. മറ്റ് CJPയുടെ ഡിമാൻഡുകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഡിമാൻഡ് മാത്രമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നൊരാവശ്യത്തിൽ മാത്രമാണ് ഇതുവരെ തീരുമാനമാകാത്തത്. അതിന് ഒരു ദിവസം കൂടി സമയം എന്തായാലും കേന്ദ്ര സർക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നേതാക്കളുമായി CJP നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളിലൊന്ന് പരീക്ഷാ ക്രമക്കേടുകൾക്കുള്ള ശിക്ഷ കൂട്ടാനുള്ള ബില്ല് തിങ്കളാഴ്ച സഭയിൽ അവതരിപ്പിക്കുമെന്നാണ്. പിന്നൊരെണ്ണം ഭേദഗതി ബില്ലിൽ 10 വർഷം തടവും 10 കോടി രൂപ പിഴയും കൊണ്ടുവരും. ഇക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ CJP സമ്മതം മൂളിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കുമെന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഈ മന്ത്രിമാർ CJP നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ വിഷ്ണു തലവൂർ പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഈ ക്രമക്കേടുകൾക്കെല്ലാം ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്, ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. 156 പരീക്ഷകളിലാണ് ക്രമക്കേടുണ്ടായത്. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണ്ടേ? അതിനൊരു ദിവസം കൂടി സമയം ചോദിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ഏക പുരോഗതി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ കേസെടുത്തവർക്കെതിരെ ആ കേസുകൾ FIR ഉൾപ്പെടെ റദ്ദാക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറം വലിയൊരു വിഷയമുണ്ട്. ഈ ഗുണ്ടകൾ പോലീസുകാരുടെ വേഷത്തിൽ നെയിം പ്ലേറ്റ് ഇല്ലാത്ത യൂണിഫോം ധരിച്ച് മർദ്ദിച്ചു, കടുത്ത മർദ്ദനം വനിതകൾക്കടക്കം ഏൽക്കുകയും ചെയ്തു. അതിലെന്ത് നിലപാടാണ് എടുക്കുന്നതെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ CJP നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കാരണവശാലും ഇനി അത്തരം നടപടികൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളൊന്നും തന്നെ ഇനി ഉണ്ടാകില്ല എന്നൊരു ഉറപ്പാണ് നിലവിൽ കേന്ദ്ര സർക്കാർ CJP നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള എല്ലാവരെയും വിട്ടയക്കാമെന്നും ഇനി ആരെയും കസ്റ്റഡിയിലെടുക്കില്ല. അതോടൊപ്പം തന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-കൾ എല്ലാം തന്നെ പിൻവലിക്കാൻ റദ്ദാക്കാൻ തയ്യാറാണ് എന്നതുമാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാമെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തിന്റെ പൊതുവികാരമായി മാറിയിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. അതിലാണ് കേന്ദ്ര സർക്കാരിന് ഒരു ഉറപ്പ് നൽകാൻ കഴിയാത്തത്. കാരണം JP നദ്ദ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതിൽ അത്ര പെട്ടെന്ന് ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയമല്ല. അത് കൂടുതൽ കൂടിയാലോചനകൾ സർക്കാർ തലത്തിൽ വേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടൊക്കെ തന്നെ കൂടിയാലോചിച്ച് മറ്റ് ക്യാബിനറ്റിലടക്കം ആലോചിച്ച ശേഷമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നതാണ്.